യെസ്, ഏഷ്യനെ പ്രൊമോയില് കാണിച്ച പോലെ തന്നെ നെവിൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് ക്വിറ്റ് ചെയ്തിട്ടുണ്ട്. സ്വന്തമായിട്ട് ക്വിറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോ ലൈവിൽ നടന്നൊരു ബിഗ് അപ്ഡേറ്റ് ആണ്. ഇന്നലെ നൈറ്റിൽ ഈവനിങ്ങിലോടൊക്കെ തന്നെ മിക്ക ഇൻസ്റ്റഗ്രാം സ്റ്റോറീസിലൊക്കെ ഇതിൻ്റെ ഒരു ക്ലിപ്സ് വരുന്നുണ്ടായിരുന്നു. ബട്ട് സ്റ്റോപ്പ് പൈറസി അവരോട് എനിക്ക് പറയാനുള്ളത്, അറ്റ്ലീസ്റ്റ് ലൈവിൽ വന്നിട്ട് വീഡിയോ റിവ്യൂ ചെയ്യണം അല്ലെങ്കിൽ റിയാക്ട് ചെയ്യണം. അല്ലാണ്ട് ബിഗ് ബോസ് ഹൗസിലത്തെ കാസ്റ്റിനെ വെച്ചിട്ട് നേരത്തെ തന്നെ ഇൻഫോർമേഷൻസ് കിട്ടിയിട്ട് അതിനെ വെച്ചിട്ട് ഇൻഫോർമേഷൻസ്, അതായത് ലൈവ് ടെലികാസ്റ്റിന് മുന്നേ തന്നെ ഇൻഫോർമേഷൻസ് പുറത്തേക്ക് കൊടുക്കുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഡിസപ്പോയിന്റിങ് അല്ലെങ്കിൽ സ്റ്റുപ്പിഡിറ്റി. സ്റ്റോപ്പ് പൈറസി. അവരോട് എനിക്ക് ഒന്നേ പറയുള്ളൂ, സ്റ്റോപ്പ് പൈറസി. ഈ ഒരു ഷോന്റെ കളർ ആൻഡ് എന്റർടൈൻമെന്റ് ഇമാതിരി ആൾക്കാർ കുറക്കും. ഒന്നും പറയല്ല, പക്കാ തെണ്ടിത്തരങ്ങ്. അത്ര എനിക്ക് പറയാനുള്ളൂ, വേറെ ഒന്നും പറയല്ല. യെസ്, സോ കമ്മിങ് ബാക്ക് ടു ബിഗ് ബോസ്, നെവിൻ ഫൈനലി ക്വിറ്റ് ചെയ്തു ബിഗ് ബോസ് സീസൺ 7 നിന്ന്. ഇതാണ് ബിഗ് അപ്ഡേറ്റ്. ലൈവിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ സ്വച്ഛാധിപതികൾക്ക് കിട്ടിയ അധികാരം അനുസരിച്ച് ഒരുപാട് ഫുഡും കാര്യങ്ങളൊക്കെ ഈ രണ്ടുപേർക്ക് കിട്ടിയിട്ടുണ്ട്, ജിസേൽ ആൻഡ് നെവിന്. സോ ഒരുപാട് ബർഗേഴ്സ്, ചിപ്സ്, പോപ്കോൺ, ഐസ്ക്രീം, ചോക്ലേറ്റ്സ്, മന്തി, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ രാവിലെ കിച്ചണിൽ ഈ ബർഗറും കാര്യങ്ങളൊക്കെ എന്നൊരു പറഞ്ഞിട്ട്, അതായത് ബർഗറും ചോക്ലേറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ജിസേലും അനുമോളും ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, തരില്ല, ചോദിക്കുകയാണെങ്കിൽ തരാമെന്ന് ജിസേൽ അനുമോളോട് പറയാം. അപ്പൊ അനുമോൾ തിരിച്ചു പറയുന്നുണ്ട്, ഞങ്ങള് ബർഗർ കാണാത്ത ആളുകളൊന്നല്ല, ഞങ്ങൾ ഒരുപാട് ബർഗർ കണ്ടിട്ടുണ്ട്, എനിക്ക് നിന്റെ ബർഗർ വേണ്ട. സോ അവര് തമ്മിൽ ഒരു കോൺവെർസേഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഷീ ഗോട്ട് ഇമോഷണലി അൺസ്റ്റേബിൾ ആയി അനുമോൾ. അതായത് ട്രിഗറായി, നന്നായിട്ട് ട്രിഗറായി. പിന്നെ ഭയങ്കരമായിട്ട് ജലസ്യായി. കാരണം ഒരുപാട് എന്താണ് ഫുഡും കാര്യങ്ങളൊക്കെ സ്വച്ഛാധിപതിയിൽ കിട്ടുമ്പോൾ ഷീ ഗോട്ട് ജലസ്. എന്നിട്ട് ഈ പറയുന്ന ഒരു കുറെ കമ്മ്യൂണിക്കേഷനിൽ അനുമോൾ ആൻഡ് ജിസേൽ, അനുമോൾ ഗോട്ട് ട്രിഗേർഡ്. എന്നിട്ട് മറ്റേ ആ ഒരു കഴിഞ്ഞൊരു സംഭവം തന്നെ, അതായത് മേക്കപ്പ് ഓർ ലിപ്സ്റ്റിക് ഇപ്പോഴും ജിസേൽ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അനുമോൾ ആ ടൈമിൽ പറഞ്ഞത്. ബട്ട് സ്വച്ഛാധിപതികൾക്ക് അവിടെ എന്തും ചെയ്യാനുള്ള അധികാരം ഉണ്ട് എന്നാണ് ബിഗ് ബോസ് പറഞ്ഞത്. സോ ഇപ്പോഴും റൂൾസ് വയലേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അനുമോൾ അഗെയിൻസ്റ്റ് ജിസേൽ അവിടെ പറഞ്ഞത്. എന്നിട്ട് അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ എടുത്തിട്ട് നേരെ പോയി ചെന്ന് ജിസേലിന്റെ ലിപ്സിൽ നേരെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തു. ഫിസിക്കൽ അസോൾട്ട്, ഫിസിക്കൽ അസോൾട്ട്, ഫിസിക്കൽ അസോൾട്ട്. വേറെ ഒന്നും എനിക്ക് പറയാനല്ല, പക്ക ഫിസിക്കൽ അസോൾട്ട്. അതായത് ഒരാളെ ഇപ്പോ ഒരു പേഴ്സൺ എ, പേഴ്സൺ ബി, ഈ പേഴ്സൺ എ ഒരു പേഴ്സൺ ബി തുടരണമെങ്കിൽ അയാളെ കൺസെന്റ് കിട്ടണം. അതർവൈസ് അത് ശരിയല്ല. ഇറ്റ്സ് പ്യൂർലി ഡിസ്റെസ്പെക്ടിങ് ആണ് ആ പേഴ്സൺ ബീനെ. ഇവിടെ ജിസേലിന് നോ കംപ്ലൈൻസ് ആയിരുന്നെങ്കിൽ ഇതൊന്നും പ്രശ്നമില്ല. ബട്ട് ജിസേലിന് ഇതൊരു കംപ്ലൈന്റ് ആണ്. സോ ഇറ്റ് ഈസ് എ ബിഗ് ഫിസിക്കൽ അസോൾട്ട്. സോ അത് ചെയ്തപ്പോ അതിലൊരു റിയാക്ഷൻ, സെൽഫ് ഡിഫെൻസിൽ ജിസേൽ അനുമോൾ ഉന്തി. ബട്ട് എവ്രിതിങ് സ്റ്റാർട്ടഡ് വിത്ത് അനുമോൾ. ഒരാളെ ചുണ്ടിലോ ദേഹത്തോ എവിടെയും തൊടാനുള്ള റൈറ്റ് എവിടെ നിന്ന് അനുമോൾക്ക് കിട്ടി? എസ്പെഷ്യലി ഇവരൊക്കെ ഡിഫറെന്റ് കോണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസ് ഹൗസിൽ. ദേ ആർ നോട്ട് യുവർ ഫാമിലി, കസിൻ, ബ്രദർ, ആരുമല്ല. ഇതിന്റെ റൈറ്റ് എവിടുന്ന് കിട്ടി? സോ നേരെ പോയിട്ട് ലിപ്പില് ഇങ്ങനെ ടിഷ്യൂ ആയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്തു നോക്കി. അപ്പോ അതില്ല സെൽഫ് ഡിഫെൻസിൽ ജിസേൽ പുഷ്ഡ് അവേ അനുമോൾ. സോ ഇവിടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമോൾ ചെയ്തത് വലിയൊരു തെറ്റാണ്, ഫിസിക്കൽ അസോൾട്ട് തന്നെയാണ്. അത് കംപ്ലൈന്റ് ചെയ്തപ്പോൾ, ജിസേൽ കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഇറ്റ്സ് കൺഫേം 100%. മൂന്നാമത്തത് സെൽഫ് ഡിഫെൻസിൽ ആ ഒരു റിയാക്ഷനിൽ പുഷ് ചെയ്തതാണ് അനുമോള്. സോ എൻ്റെ ഒരു ഇതില് ഫസ്റ്റത്തതാണ് ഏറ്റവും വലിയ തെറ്റ്. സെൽഫ് ഡിഫെൻസിൽ നമ്മൾക്ക് എന്നും ചെയ്യാമെന്നാണ് എൻ്റെ ലൈഫിൽ. അതിപ്പോ ബിഗ് ബോസ് ആയി കഴിഞ്ഞാലും എവിടെ ആയി കഴിഞ്ഞാലും ഒരാള് നിന്നെ തൊട്ട് കഴിഞ്ഞാൽ തിരിച്ച് നിനക്ക് ഡിഫെൻസിന് വേണ്ടി എന്തും ചെയ്യാം. ആ ഒരു മെന്റാലിറ്റിയുടെ ആളാണ് ഞാൻ. എല്ലാവർക്കും ഡിഫറെന്റ് ഒപ്പീനിയൻസ് ഉണ്ടാവും. ഈ ഒരു കാര്യത്തിൽ അനുമോൾ ഹാസ് ഡൺ എ ബിഗ് 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 മിസ്റ്റേക്ക്. അത്ര എനിക്ക് പറയാനുള്ളൂ. സോ അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഒരു കോൺവെർസേഷനിലാണ് നെവിന്റെ ക്വിറ്റിംഗ് നടന്നിട്ടുള്ളത്. അതായത് പിന്നെ നെവിൻ നേരെ പോയി പറഞ്ഞു ബിഗ് ബോസ് ക്യാമറയോട്, ഇഫ് നോ ആക്ഷൻസ് ഹാസ് നോട്ട് ടേക്കൺ അഗെയിൻസ്റ്റ് അനുമോൾ, ഹി വിൽ ക്വിറ്റ് ദ ഷോ. ഒന്നെങ്കിൽ അനുമോൾ, അല്ലെങ്കിൽ
നെവിൻ. ആരെങ്കിലും ഒരാളെ ഈ ഷോയിൽ തുടരുമെന്ന് കണ്ടിന്യൂസ് ആയിട്ട് നെവിൻ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബട്ട് ജിസേൽ അനുമോള് ഈ ഒരു പ്രോബ്ലത്തില് വൈ ഈസ് ഈ സോ മച്ച് ഇൻട്രസ്റ്റഡ്? നല്ലൊരു എന്റർടൈനർ ആയിരുന്നു. നല്ലൊരു ഗെയിമർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നല്ലൊരു ഗെയിമർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഈ ഒരു ഷോയിൽ നല്ലൊരു ചിറിയും, ലൈക്ക് ഞാനൊക്കെ ഒരുപാട് ചിരിച്ചിട്ടുണ്ട് നെവിന്റെ ആക്ടിലും കാര്യങ്ങളൊക്കെ. വെരി നൈസ് ആണ്. നല്ലൊരു കിഡിലും എക്സ്പ്രഷൻ ആയി കഴിഞ്ഞാലും ദ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര ഒരു എന്റർടൈനർ ആയിട്ടാണ് എനിക്ക് നെവിനെ തോന്നിയിട്ടുള്ളത് ഈ ഒരു ഷോയില്. ഐ ഡോണ്ട് നോ, അവസാന കൺഫെഷൻ റൂമിലോട്ട് ജിസേലിനെയും അനുമോളം ബിഗ് ബോസ് വിളിച്ചു. എന്നിട്ട് അവിടെ പറഞ്ഞിരുന്നു ഇതിന്റെ ആക്ഷൻ ടുവേർഡ്സ് ദി വീക്കെൻഡ് ലാലേട്ടനായിരിക്കും അത് എടുക്കാന്ന്. അതെന്താ, അതിന്റെ ഒരു ഡിസിഷൻ വലിയ ക്വസ്റ്റ്യൻ മാർക്കാണ്. ഇത് എന്താവുമെന്ന് നമുക്ക് കണ്ടറിയാം. പ്രഡിക്ഷനും എനിക്ക് എന്താണ് ബിഗ് ബോസിന്റെ അകത്ത് ആൾക്കാരൊന്നുമില്ല. സോ ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ. നമുക്ക് ആ ലൈവ് ടെലികാസ്റ്റ് വരുമ്പോൾ തന്നെ എനിക്കറിയുള്ളൂ നിങ്ങളെ ഓഡിയൻസിനെ പോലെ. സോ നേരെ അവർ വന്നു കൺഫറൻസ് റൂമിൽ ഈ ഒരു ഡിസിഷൻ മേക്ക് ചെയ്ത് നേരെ ലിവിംഗ് റൂമിലോട്ട് വന്നു. ആൻഡ് ദേ സെഡ്, പിന്നെ ബിഗ് ബോസ് ചോദിച്ചു നെവിന്റെ അടുത്ത്, നിങ്ങൾ എന്തിനാണ് ഇതിൽ ഇൻവോൾവ് ആയത്? അവർ തമ്മിലുള്ള പ്രശ്നത്തിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഡിസിഷനിലോട്ട് വന്നത്? അതിന് നല്ലൊരു എക്സ്പ്ലനേഷൻ ഇല്ല. ആക്ച്വലി ഇറ്റ്സ് എ ബിഗ് മണ്ടത്തരം ഫ്രം നെവിൻ എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പളെ ബാധിക്കുന്ന കാര്യമല്ല. ഹി വുഡ് ഹാവ് കണ്ടിന്യൂഡ് ദ ഷോ. കുറച്ചും കൂടി കാലം നെവിൻ പോകുമായിരുന്നു. നല്ലൊരു എന്റർടൈനർ ആയിരുന്നു. യെസ്. അപ്പൊ പിന്നെ ബിഗ് ബോസ് നെവിനോട് ചോദിച്ചു, നിങ്ങൾ ഇപ്പോഴും ആ ഡിസിഷനിൽ ഉറച്ചു നിൽക്കുന്നു എന്ന്. നെവിൻ സെഡ് യെസ് വിത്തൗട്ട് എനി തിങ്കിങ്. നേരെ എന്താണ് മറ്റേ എക്സിറ്റ് ഡോർ ഓപ്പൺ ആക്കി ബിഗ് ബോസ്. ആ എക്സിറ്റ് ഡോർ ഓപ്പൺ ആക്കിയതും നൂറ ആൻഡ് ആദില സ്റ്റാർട്ടഡ് ദെയർ ഗെയിം. കിടിലം ഇത്രക്കും കിഡിലെ ഗെയിം. അതായത് അവരെ മെന്റലി പ്രഷർ ചെയ്തു. എന്താണ് ആദില നൂറ. അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരാൾ ഒരു 10-15 തവണ പറയുന്നുണ്ട് അനുമോൾ അല്ലെങ്കിൽ നെവിനിൽ അനുമോള് പോയിട്ടില്ലെങ്കിൽ നെവിൻ പോകുമെന്ന് കണ്ടിന്യൂസ് നെവിൻ പറയുന്നുണ്ട്. സോ ആദില നൂറ പ്ലേഡ് ദെയർ ഗെയിം വെൽ. അവർ ആ ഒരു സാധനം പിടിച്ചിട്ട് പ്രൊവോക്ക് ചെയ്തോണ്ടേ ഇരുന്നു നെവിനെ. ഫൈനലിൽ ഓടി മൂപ്പറാള് നെവിൻ ഓടി കിട്ട ഷോ. ഇനി ഇതിന്റെ ഫൈനൽ ക്വിറ്റ്, അതായത് ഇപ്പൊ വീട്ടിൽ നിന്ന് ആ ഒരു ഗേറ്റിന്റെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഗേറ്റ് ക്ലോസ് ചെയ്തു. നെവിൻ ഇനി എന്താവുമെന്ന് കണ്ടറിയാം. ബാക്കിയുള്ള അനൗൺസ്മെന്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഒഫീഷ്യലി ക്വിറ്റ് ചെയ്തെന്നുള്ള ബിഗ് ബോസ് സൈഡിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു വീക്കെൻഡിൽ ലാലേട്ടൻ പൊളിക്കും, ഡാം ഷുവർ. എന്തായാലും ആദില നൂറയുടെ പ്രൊവോക്കിങ് ഐ ലവ്ഡ് ഇറ്റ്. ആഫ്റ്റർ ഓൾ ബിഗ് ബോസ് എന്നൊരു സംഭവം ഒരു പക്ക ഒരു ഗെയിമിംഗ് പ്ലാറ്റ്ഫോമാണ്. അവിടെ 100 ദിവസം നിൽക്കുന്നു. വി വിൽ ഹാവ് ഓൺലി വൺ വിന്നർ. ടീം വർക്കും കാര്യങ്ങളൊക്കെ വേണം, ബട്ട് ടുവേർഡ്സ് ദ എൻഡ് ദർ വിൽ ബി ഓൺലി വൺ വിന്നർ. അപ്പോൾ അതിനു വേണ്ടി കളിക്കുക. പിന്നെ അനുമോളിന്റെ കരച്ചിൽ നാടകം, പ്ലീസ് ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. ഐ നോ മൂപ്പറാൾ ഒരു വലിയ സീരിയൽ നടിയാണ്. ഈ കരച്ചിൽ ഈസ് നോട്ട് ട്രൂ. എനിക്ക് ഇന്നത്തോടെ അത് കാര്യം മനസ്സിലായി. കാരണം ഷീ വാസ് ക്രൈങ് ലിറ്ററലി. ഷീ വെന്റ്, അതായത് നെവിൻ ക്വിറ്റ് ചെയ്തപ്പോൾ മൂപ്പറാൾ ഒരു സൈഡിൽ നിന്ന് കരയുന്നുണ്ട്. എന്നിട്ട് അത് കുറച്ചൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേരെ പോയി ഫുഡ് കഴിച്ച് കറക്റ്റ് ഫുൾ ഹൈ എനർജിയിലൊക്കെ സംസാരിക്കുന്നു. നെവിനെ കുറിച്ച് കുറ്റം പറയുന്നു, കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അനുമോള ഡ്രാമ പക്ക കരച്ചിൽ, ദാറ്റ് ഈസ് പ്യൂർലി ഫേക്ക്. ഇന്ന് എനിക്കത് പ്രൂവണായി. എന്തായാലും അതും അനുമോള ഒരു ഗെയിം ആയിരിക്കും. ലെറ്റ് ഹർ പ്ലേ ഹർ ഗെയിം. ഇന്നത്തെ 2 കാര്യങ്ങൾ എനിക്ക് തോന്നിയത്, അനുമോള ബിഗ് മിസ്റ്റേക്ക് ഉണ്ട്. ഒരിക്കലും ഒരാളെ ബോഡിയിൽ അവരെ കൺസെന്റ് ഇല്ലാണ്ട് തുടരുത്. രണ്ട് എന്ന് പറഞ്ഞ നെവിൻ made a big stupid decision. Third, Adila and Nora, well played. I loved that.